എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നൊരു ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത കണ്ടിട്ടാണ് ഞാനൊരു ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ തോന്നിയത്. കാരണം ഇപ്പം തന്നെ നേപ്പാളിൽ ഇന്ന് ചൈനയുടെ ആണെന്ന് തോന്നുന്നു ഡാം പൊട്ടിയിട്ട് 2 3 ഗ്രാമം തന്നെ ഇല്ലാതായിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണുമായിരുന്നു. കണ്ടപ്പോൾ എനിക്കിങ്ങനെ ടെൻഷനായിട്ട് വയ്യ. ഓക്കെ, ഞാൻ വെളിയിലാണെങ്കിൽ പോലും നമ്മുടെ വീട്ടുകാർ ഫുള്ളുണ്ട്. ഞാൻ എപ്പോഴാണ് ചെല്ലുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ അത് പൊട്ടിയിട്ട് ഇപ്പോൾ അവിടെ ഡാം പൊട്ടിയിട്ട് എത്ര ഗ്രാമങ്ങളാണ് നമുക്ക് സ്പോട്ടിൽ ഒറ്റ നിമിഷം കൊണ്ട് അതിൽ കാണുവാണ്. പല ആൾക്കാരും ഓടുന്നു. എവിടെ വരെ ഓടും? എങ്ങനെ ഓടും? ഇത്രയും പ്രത്യേകിച്ച് നേപ്പാളിൽ ഫുള്ളും മലകളും കാര്യങ്ങളാണ്. ഞാൻ വീഡിയോ കണ്ടിടത്തോളം ഒരു കുഴി പോലത്തെ സ്ഥലമാണ്. പക്ഷെ അത് മുകളോട്ട് കിളന്ന വീഡിയോയിലുണ്ട്. എന്നിട്ട് പോലും ആ കിളന്നിട്ടോട്ടുള്ള സ്ഥലത്തോട്ടാണ് വെള്ളം വരുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, അവിടെ ഒന്ന് ഓടി രക്ഷപ്പെടാനോ ഒന്നും വയ്യാത്ത അവസ്ഥയിൽ കൊച്ചു കുട്ടികൾ, പെണ്ണുങ്ങൾ, അമ്മമാർ, അച്ഛന്മാർ, ആണുങ്ങൾ, ചിലപ്പോൾ പണിക്ക് പോയവരായിരിക്കാം, ചിലപ്പം ജോലിക്ക് പോകുന്നവരായിരിക്കാം, പഠിക്കാൻ പോയവരായിരിക്കാം, വീട്ടിൽ ഇരിക്കുന്നവരായിരിക്കാം, വയ്യാതെ കിടക്കുന്നവരായിരിക്കാം, എങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അല്ലേ അതിൽ പെട്ടിട്ടുള്ളത്. അപ്പോൾ ചിലപ്പം വെളിയിൽ നാട്ടിൽ അവിടെ ആ സ്ഥലത്ത് പണിക്ക് പോയേക്കും, വേറെ സ്ഥലത്തുള്ളവരൊക്കെ ആ സ്ഥലത്ത് പോയേക്കുമായിരിക്കും. ഇവിടെ വീട്ടുകാർ വിഷമിച്ചിരിക്കുകയായിരിക്കും. എനിക്ക് കണ്ടിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെ കേട്ടോ. ഇത് ഞാൻ ആലോചിച്ചത്, നമ്മുടെ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അവസ്ഥ? ഞാനൊക്കെ ഞാൻ താമസിക്കുന്നത് ചെങ്ങന്നൂരാണ്. എൻ്റെ അറിവ് ചെങ്ങന്നൂരും ഞാൻ താമസിക്കുന്ന ഏരിയയിൽ വലിയ പ്രശ്നം കാണത്തില്ല. പക്ഷെ എൻ്റെ പെങ്ങൾ താമസിക്കുന്ന ഏരിയ തിരുവല്ല, ആ ഭാഗമൊക്കെ പോവും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. പിന്നെ ഒന്നില്ല, കേരളത്തിൻ്റെ പകുതി മുക്കാൽ ഭാഗങ്ങളും പോവും. പകുതി ഭാഗങ്ങളും പോവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും അവസ്ഥ? ഇപ്പം പല തമിഴ്നാട് സമ്മതിക്കുന്നില്ല നമുക്ക് ഡാം പണിയാൻ. ഓക്കെ, അവർക്ക് വെള്ളം വേണം. പക്ഷെ ഈ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയിട്ട് നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പറയുന്ന കോടതിയോ ഈ പറയുന്ന തമിഴ്നാടോ ആരെയും നമുക്ക് വേണ്ടി അവർ പിന്നെ സംസാരിച്ചിട്ട് എന്താ കാര്യം? ആർക്ക് വേണ്ടി സംസാരിക്കണം? അല്ലെങ്കിൽ നമ്മളിൽ എത്ര പേര് കാണും ഈ 100% ലിറ്ററേച്ചറിയും എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ കേരളം. പിന്നെ ഒന്നും ഇല്ലാണ്ടായി പോകും. സീറോയിൽ തുടങ്ങേണ്ടി വരും അല്ലേ. എനിക്കത് ഓർത്തിട്ട് തന്നെ എനിക്കത് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനായിട്ട് വയ്യ. എനിക്കറിയില്ല, ഇവിടെ കുറച്ച് നേപ്പാളി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അവരോട് നാളെ ചോദിക്കണം അവർക്കാർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലയോ എന്ന്. പക്ഷെ എനിക്കത് ഓർക്കാൻ വയ്യ. നമ്മുടെ നാട്ടിൽ മുല്ലപ്പെരിയാർ പറ്റിയാൽ ഇപ്പം ഈ വിജയുടെ കാര്യം പറയണ്ടേ, ഏത് മന്ത്രിമാരും ആരും സമ്മതിക്കുന്നില്ലല്ലോ. നമ്മളൊരു ഡാം പണിഞ്ഞാൽ എന്താണ്? അപ്പം വെള്ളം അവർ പഴയ പോലെ കരാർ വെച്ചാൽ പോലെ ഒരു 1000 ഇയറിലോ ഒരു 2000 വർഷമോ ഒരു 3000 വർഷം ഒരു 10000 വർഷമോ എഗ്രിമെന്റ് എഴുതി വെള്ളം കൊടുക്കാമെന്നുള്ള രീതിയിൽ എഗ്രിമെന്റ് എഴുതി നിൽക്കുക. നമുക്കൊരു ഡാം പണിഞ്ഞാൽ എത്ര ജനങ്ങളെ എത്ര നഷ്ടങ്ങളുണ്ടാവും. നമ്മുടെ ആദിവാസം പോലെ ആദിവാസമല്ല, നമ്മുടെ പണ്ട് എങ്ങനെയാണ് ജീവിക്കുന്നത് ആ രീതിയിൽ നിന്ന് തുടങ്ങണ്ടേ. ആരുണ്ടാകും? ഈ ജീവിച്ചിരിക്കുന്നവർക്ക് സമാധാനം കാണുമോ? ആരൊക്കെ എവിടെയൊക്കെ ജോലിക്ക് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു? പല ആൾക്കാർ എറണാകുളത്ത്, പലയാറ് ഞാനൊക്കെ ഇപ്പം ഞങ്ങൾ വെളിയിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ചെല്ലും? നാട്ടിൽ ചെല്ലും? എന്തു ചെയ്യും? ഡാം പൊട്ടിയാൽ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര ശക്തിയായിട്ടാണ് വെള്ളം വരുന്നത്, എത്ര ശക്തിയായിട്ട്. നമ്മുടെ സാധാരണ വെള്ളപ്പൊക്കം വന്നാൽ പോലും പറ്റുന്നില്ല ഇപ്പോൾ അല്ലേ. വെള്ളപ്പൊക്കം വന്നിട്ട് പോലും നോർമലായിട്ടുള്ള വെള്ളപ്പൊക്കം വന്നിട്ട് പോലും പറ്റുന്നില്ല. അപ്പം ഈ ഡാം പൊട്ടിയാലോ നിയന്ത്രിക്കാൻ, അത് പിന്നെ ഡാം അയച്ചു വിട്ടാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, തുറക്കുകയാണെങ്കിൽ. ഇത് പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും? എന്താണ് അവസ്ഥ? തമിഴ്നാടിന് വെള്ളം വേണം, അതിനുള്ള എന്തെങ്കിലും കരാർ ഒപ്പിച്ചാൽ പോരെ. ഈ പറയുന്ന തമിഴ്നാട്ടിൽ ആരെങ്കിലും നമ്മളെല്ലാം മരിച്ചുപോയാൽ അവർ പിന്നെ സംസാരിച്ചിട്ട് എന്താ കാര്യം? ഈ പറഞ്ഞ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വെള്ളം കിട്ടുമോ? മനസ്സിലായോ?
ഇനി കുറേ നാളത്തെ കാണുമായിരിക്കും, വലിയ പ്രശ്നം കാണത്തില്ലായിരിക്കും പോലും. പക്ഷേ ഇത് ഒരു ഡാം പണിയുന്ന എത്ര ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്, മനസ്സിലായി? എത്ര ജനങ്ങൾക്ക് പ്രശ്നം വരും, ജനങ്ങൾ മാത്രമോ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് അത് കണ്ടിട്ട് അവരുടെയൊക്കെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം. കൂടാതെ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ അല്ലെങ്കിൽ ഏതൊരു ഡാം പൊട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ട് എൻ്റെ ഭ്രാന്ത് പിടിക്കുന്നു. നിങ്ങളപ്പം എനിക്ക് ജനങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഗവൺമെൻറ്റിനോടായാലും എല്ലാവരോടും, തമിഴ്നാടായാലും കേരളമായാലും ആരോടായാലും പറയാനുള്ളത്, എത്രയും പ്രശ്നം ഇതിലൊരു പരിഹാരം കണ്ടുപിടിച്ച് ഡാം റെഡിയാക്കുക. ഡാം അല്ലെങ്കിൽ വേറെ രീതി വരേണ്ടത് വഴിത്തങ്ങത്തിൽ എന്ന് പറയുന്നത് പല രീതിയിലും വരാം. പക്ഷേ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിട്ടോണ്ടിരിക്കാണ്ട് ആ ഡാം പണിയാനുള്ളതോ വെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഒപ്പിക്കുകയോ ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് കണ്ടെങ്കിലും ആൾക്കാരൊന്നും നോക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഒന്നും കണ്ടാലൊന്നും ആരും ഒന്നും തോന്നത്തില്ലെന്നറിയാം. എങ്കിലും പോലും ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.